ഹലോ, വെൽക്കം ടു മാഡിയ ക്ലാസ്സസ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്. ഇതിന്റെ ആദ്യ ഭാഗം പാർട്ട് 1 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എവിടെ വെച്ചാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നിറയെ ടോയ്സും നല്ല ഫുഡും ഒക്കെ ആയിട്ട് ഗേൾസിനും ബോയ്സിനും ഒക്കെ കൊടുക്കാൻ വേണ്ടി മലയുടെ അപ്പുറത്തേക്ക് പോവുകയായിരുന്നു ചെറിയ ട്രെയിൻ, അല്ലേ? പക്ഷെ മുകളിലോട്ട് കയറുന്ന വഴി പെട്ടെന്ന് ട്രെയിൻ നിന്നുപോയി. എല്ലാരും കൂടി അതിനെ തള്ളാനും വലിക്കാനും ഒക്കെ ശ്രമിച്ചു. പക്ഷെ അത് മൂവ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവിടേക്കൊരു ചെറിയ തിളങ്ങുന്ന എഞ്ചിൻ വന്നത്. ഇതിനോട് സഹായം ചോദിച്ചു. പക്ഷെ അത് പറഞ്ഞു, ഞാൻ ആളുകളെ കൊണ്ടുവന്ന ട്രെയിനാണ്, എനിക്ക് നിന്നെ വലിച്ചു കയറ്റാൻ പറ്റില്ല എന്ന്. ആ ട്രെയിൻ പോയി. ഇനിയിപ്പോ ഈ കുഞ്ഞു ട്രെയിനിനെ ആരാണ് ഹെൽപ്പ് ചെയ്യുക? അത് മുന്നോട്ട് പോകുമോ? എന്ത് സംഭവിക്കും എന്നൊക്കെ നോക്കണ്ടേ? Then the toy clown called out, "Here comes another engine." അതിലുണ്ടായിരുന്ന ടോയ് ക്ലൗൺ കോമാളി ഉറക്കെ വിളിച്ചു പറഞ്ഞു, "Here comes another engine." ഇതാ മറ്റൊരു എഞ്ചിൻ വരുന്നു. A big strong one. നേരത്തെ പോലെ ചെറിയ എഞ്ചിൻ അല്ല, a big strong one. വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒന്നാണ്. Maybe this engine will help us. ഈ എഞ്ചിൻ ചിലപ്പോൾ നമ്മളെ സഹായിച്ചേക്കാം. Again, the clown waved his flag. എന്നിട്ട് മുന്നത്തെ പോലെ തന്നെ ക്ലൗൺ അതിന്റെ കൊടി ഈ ഒരു എഞ്ചിന്റെ മുന്നിൽ വീശി കാണിച്ചു. The big strong engine came to a stop. വലിയ സ്ട്രോങ് എഞ്ചിനും അവിടെ നിർത്തി. The toys and dolls called out together. മുന്നിലുണ്ടായിരുന്ന കളിപ്പാട്ടങ്ങളും ഡോൾസും ഒക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, "Please help us, big strong engine." ബിഗ് സ്ട്രോങ് എഞ്ചിനെ പ്ലീസ് ഞങ്ങളെ സഹായിക്കൂ. Our train is not working. ഞങ്ങളുടെ തീവണ്ടി വർക്ക് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. But you can pull us over the mountain. എന്നാൽ നിങ്ങൾക്ക് ഞങ്ങളെ മലയുടെ മുകളിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ കഴിയും. You must help us. നിങ്ങൾ തീർച്ചയായും ഞങ്ങളെ സഹായിക്കണം. Or the boys and girls will not have any toy to play with or good food to eat. നിങ്ങൾ ഞങ്ങളെ സഹായിച്ചിട്ടില്ലെങ്കിൽ അവിടെ കാത്തിരിക്കുന്ന ബോയ്സും ഗേൾസും ആയിട്ടുള്ള കുട്ടികൾക്ക് കളിക്കാൻ ടോയ്സ് ഉണ്ടാവില്ല, അതുപോലെ കഴിക്കാൻ നല്ല ഭക്ഷണവും ഉണ്ടാവില്ല. The big strong engine did not want to help. പക്ഷേ അവര് വിചാരിച്ച പോലെ ആയിരുന്നില്ല. ഈ ബിഗ് സ്ട്രോങ് എഞ്ചിനും അവരെ സഹായിക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. I do not pull toys, he said. ഞാൻ കളിപ്പാട്ടങ്ങളെ വലിക്കാറില്ല എന്നാണ് ആ എഞ്ചിൻ പറയുന്നത്. I pull cars full of heavy load. ഞാൻ ഭയങ്കര വെയിറ്റ് ഉള്ള അല്ലെങ്കിൽ വലിയ വലിയ സാധനങ്ങൾ നിറച്ച ബോഗികളൊക്കെ വലിക്കാറുള്ളൂ. നിങ്ങളെ പോലത്തെ ടോയ്സിനെയൊന്നും ഞാൻ വലിക്കാറില്ല. I pull big trucks. അതുപോലെ വലിയ ട്രക്സിനെയൊക്കെ ഞാൻ വലിക്കും. I have no time to help you. എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒട്ടും സമയമില്ല. And away puffed the big strong engine without a word. അതിനുശേഷം മറ്റൊന്നും മിണ്ടാതെ ആ ശക്തനായ എഞ്ചിൻ പുകതുപ്പിക്കൊണ്ട് മുന്നോട്ട് പോയി. സ്ട്രോങ്, ശക്തമായ അല്ലെങ്കിൽ ശക്തനായ, ടുഗെദർ ഒരുമിച്ച്, ഹെവി ലോഡ് ഭാരമേറിയ സാധനങ്ങൾ, അവേ പഫ്ഡ് പുക തുപ്പിക്കൊണ്ട് ദൂരേക്ക് പോയി. ഈ ബോക്സിലുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. The big strong engine puffed away without a word. What was the reason? എന്തുകൊണ്ടാണ് ആ ബിഗ് സ്ട്രോങ് എഞ്ചിൻ ഒന്നും പറയാതെ പുക തുപ്പിക്കൊണ്ട് ദൂരേക്ക് പോയത്? The big strong engine puffed away because he only pulled heavy loads and big trucks. He did not pull toys and said he had no time to help them. അത് വലിയ ഹെവി ലോഡ്സിനെയോ അല്ലെങ്കിൽ വലിയ ട്രക്സിനെയോ ഒക്കെ മാത്രമേ വലിക്കുകയുള്ളൂ. അതിന് ടോയ്സിന് വലിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞിട്ടാണ് അത് ദൂരേക്ക് പോയത്. The little train was no longer happy. ഇതും കൂടി ആയപ്പോഴേക്ക് ആ ലിറ്റിൽ ട്രെയിൻ വളരെ വിഷമത്തിലായി. അതിപ്പോ ഒട്ടും സന്തോഷവതിയല്ല. And the dolls and toys were ready to cry. ഡോൾസും ടോയ്സും ഒക്കെ കരയാനായിട്ടുണ്ട്. ഇത്രയ്ക്കും വിഷമമായിട്ട് അവരിപ്പൊ കരയും എന്നുള്ള അവസ്ഥയാണ്. But the clown called out. എന്ന കോമാളി അവൻ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യാൻ പറ്റാന്ന്.
And clown called out. ഉറക്കെ വിളിച്ചു പറഞ്ഞു. Look, look, another engine is coming. നോക്കൂ നോക്കൂ, അടുത്ത വേറെ ഒരു എഞ്ചിൻ വരുന്നുണ്ട്. A little blue engine. ഒരു ചെറിയ നീല എഞ്ചിൻ. A very little one. വളരെ ചെറിയതാണ്. Maybe this engine will help us. ചിലപ്പോ ഈ ഒരു എഞ്ചിൻ നമ്മളെ സഹായിച്ചേക്കാം. The little blue engine was a happy engine. പുതിയതായിട്ട് വന്ന ബ്ലൂ ലിറ്റിൽ എഞ്ചിൻ വാസ് എ ഹാപ്പി എഞ്ചിൻ. അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആയിരുന്നു. She saw the clown waving his red flag and stopped at once. കോമാളി ആ ചുവന്ന കൊടി വീശുന്നത് കണ്ടപ്പോൾ അവൾ ഉടനെ തന്നെ നിന്നു. Stopped at once. What's the matter? എന്തു പറ്റി? എന്താണ് പ്രശ്നം? She asked kindly. അവൾ ഭയങ്കര ദയോടെ ചോദിച്ചു. Oh little blue engine, cried the dolls and toys. Oh little blue engine എന്ന് ഉറക്കെ വിളിക്കുകയാണ് ഡോൾസും ടോയ്സും. Will you pull us over the mountain? നീ ഞങ്ങളെ ഈ മലയുടെ മുകളിലേക്ക് വലിച്ചു കൊണ്ടുപോകാമോ? Our engine is not working. ഞങ്ങളുടെ എഞ്ചിൻ പ്രവർത്തിക്കുന്നില്ല. If you do not help, the boys and girls will have no toys or good food. മുമ്പ് മറ്റേ എഞ്ചിൻസിനോടൊക്കെ പറഞ്ഞതുപോലെ തന്നെ ബ്ലൂ എഞ്ചിനോട് ടോയ്സും ഡോൾസും പറയാണ്. നീ ഞങ്ങളെ സഹായിക്കൂ, അഥവാ നീ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ അവിടെ കാത്തിരിക്കുന്ന കുട്ടികൾക്ക് ടോയ്സോ കഴിക്കാൻ ഫുഡോ ഉണ്ടാവില്ല. Just over the mountain, please, please help us. ജസ്റ്റ് ഈ മലയൊന്ന് കയറാൻ സഹായിച്ചാൽ മതി. പ്ലീസ് പ്ലീസ് ഹെൽപ്പ് us. No longer, ഇനിയില്ല, അല്ലെങ്കിൽ no longer happy എന്ന് പറഞ്ഞാൽ ഇതുവരെ ഹാപ്പി ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഒട്ടും ഹാപ്പി അല്ല. Ready to cry, കരയാനായ അവസ്ഥ. Kindly, ദയോടെ. Will the little blue engine help the little train? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ ബ്ലൂ എഞ്ചിൻ നമ്മുടെ ലിറ്റിൽ എഞ്ചിനെ ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ആലോചിച്ച് നോക്കൂ. What would happen if the little blue engine did not help the little train? ഇനി അഥവാ ഈ ബ്ലൂ ട്രെയിനും ലിറ്റിൽ എഞ്ചിനെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ലിറ്റിൽ എഞ്ചിൻ ഓൾറെഡി ഭയങ്കര സങ്കടത്തിലാണ്. അത് കൂടുതൽ സങ്കടത്തിലാവും. ഡോൾസും ടോയ്സും ഒക്കെ കരയാനായ അവസ്ഥയിലാണ്. അവരെന്തായാലും കരയും, അല്ലെ? അവരാകെ വിഷമിച്ചു പോകും. ഇപ്പൊ വന്നിരിക്കുന്ന ഈ പുതിയ ബ്ലൂ എഞ്ചിൻ നമ്മുടെ ലിറ്റിൽ ട്രെയിനിനെ സഹായിക്കുമോ ഇല്ലയോ എന്ന് നോക്കണ്ടേ? വായിച്ചു നോക്കാം. Oh my dear, said the little blue engine. ഓ എന്റെ പ്രിയപ്പെട്ടവരെ, ഓ മൈ ഡിയേഴ്സ് എന്ന് ആ നീല എഞ്ചിൻ പറഞ്ഞു. I am not very big. ഞാൻ അത്ര വലിയതൊന്നുമല്ല. And I do not pull trains. അത് മാത്രമല്ല, ഞാൻ തീവണ്ടികൾ വലിക്കാറുമില്ല. I just work in the yards. യാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവണ്ടി നിർത്തിയിടുന്ന സ്ഥലം, അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് ഒക്കെ ചെയ്യുന്ന സ്ഥലം. ഞാൻ അവിടെ ജോലി ചെയ്യുന്ന ഒരു ചെറിയ എഞ്ചിനാണ്. ഞാൻ ട്രെയിനുകൾ വലിക്കാറില്ല. I have never been over the mountain. കൂടാതെ ഞാൻ ഇതുവരെ മലയുടെ അപ്പുറത്തേക്ക് പോയിട്ടുമില്ല. But we must get there before the children wake up, said the toys and dolls. എന്നാ കുട്ടികൾ ഉണരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അവിടെ എത്തിയേ തീരൂ എന്ന് കളിപ്പാട്ടങ്ങളും ആ ഡോൾസും ഒക്കെ പറഞ്ഞു. പ്ലീസ് പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കൂ. The little blue engine looked at the dolls and toys. ഇത് കേട്ടപ്പോ ആ ബ്ലൂ എഞ്ചിൻ ആ ഡോൾസിനെയും ടോയ്സിനെയും ഒക്കെ നോക്കി. She could see that they were not happy. അവരൊട്ടും സന്തോഷവാന്മാരല്ല, അല്ലെങ്കിൽ അവര് ഭയങ്കര വിഷമത്തിലാണെന്ന് ആ ബ്ലൂ എഞ്ചിന് മനസ്സിലായി. She thought about the children on the other side of the mountain. മലയുടെ മറുഭാഗത്തുള്ള കുട്ടികളെ കുറിച്ചും അവൾ ചിന്തിച്ചു. Without toys or good food, they would not be happy either. കളിപ്പാട്ടങ്ങളും നല്ല ഫുഡും ഇല്ലാതെ അവരും ഹാപ്പി ആയിരിക്കില്ല എന്ന് അവൾ ചിന്തിച്ചു. The blue engine pulled up closer. നീല ചെറിയ എഞ്ചിൻ കുറച്ചുകൂടി ഈ ടോയ് ട്രെയിനിന്റെ അടുത്തേക്ക് വന്നു. Pulled up closer എന്ന് പറഞ്ഞാൽ ഇവരുടെ അടുത്തേക്ക് വന്നു. She took hold of the train. എന്നിട്ട് അവള് ആ ഒരു ചെറിയ എഞ്ചിനെ പിടിച്ചു. അതിനെ അതുമായിട്ട് ഘടിപ്പിച്ചു. The toys and dolls climbed back into their cars. ടോയ്സും ഡോൾസും ഒക്കെ എവിടെയാ ഉണ്ടായിരുന്നത്? അവരൊക്കെ ഈ ട്രെയിനിനെ തള്ളാനും വലിക്കാനും ആയിട്ട് അവരുടെ കാർസിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു, അല്ലെ? നീല എഞ്ചിൻ വന്ന് ലിറ്റിൽ ട്രെയിനിനെ മെല്ലെ പിടിച്ച് വലിക്കാനൊക്കെ ഉള്ള ഒരു ശ്രമം നടത്തിയപ്പോഴേക്ക്
ടോയ്സും ഡോൾസും ഒക്കെ വേഗം അവരുടെ കാർസിലേക്ക് തിരിച്ചു കയറി. യാർഡ്സ് തീവണ്ടികൾ നിർത്തിയിടുന്ന സ്ഥലം. നെവർ ഒരിക്കലുമില്ല. വേക്കപ്പ് ഉണരുക. തോട്ട് ചിന്തിച്ചു. പുൾഡ് അപ്പ് ക്ലോസർ അടുത്തേക്ക് വന്നു. ടുക്ക് ഹോൾഡ് ഓഫ് കൂട്ടിയോജിപ്പിച്ചു അല്ലെങ്കിൽ പിടിച്ചു പിടിച്ചെടുത്തു എന്നൊക്കെയാണ്. ഹൗ ഡസ് ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ഡിഫർ ഫ്രം ദ അതർ എഞ്ചിൻ? മുമ്പ് വന്ന രണ്ട് എഞ്ചിനുകളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ ബ്ലൂ ട്രെയിനിന് എന്ത് വ്യത്യാസമാണുള്ളത്? എങ്ങനെയാണത് വ്യത്യസ്തമാകുന്നത്? The other engines were proud and said no. അല്ലെ, ഹെൽപ്പ് ചെയ്യോ എന്ന് ചോദിച്ചപ്പോൾ അവരൊട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. The little blue engine was kind, helpful and ready to try. ഒന്ന് സഹായിക്കാൻ അല്ലെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാൻ അത് റെഡി ആയിരുന്നു. Even though she was small. അത് അത്ര ചെറുതാണെങ്കിൽ പോലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ള ചിന്തയുള്ള ആളായിരുന്നു ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ. What are the qualities that you find in the little blue engine? എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് നിങ്ങൾ ഈ ലിറ്റിൽ ബ്ലൂ എഞ്ചിനിൽ കണ്ടത്? കൈൻഡ്നെസ് ആൻഡ് എംപതി, ദയയും സഹതാപവും ഒക്കെ. ഹെൽപ്ഫുൾ നേച്ചർ, സഹായിക്കാനുള്ള മനസ്സ്, സഹായ മനസ്കത. ഹ്യൂമിലിറ്റി, വിനയം. ഡിറ്റർമിനേഷൻ ആൻഡ് കെൻ ഡു ആറ്റിറ്റ്യൂഡ്, ഒരു നിശ്ചയദാർഢ്യവും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡും. At last, the little blue engine said. അവസാനം ആ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ പറഞ്ഞു, I think I can climb up the mountain. എനിക്ക് തോന്നുന്നു എനിക്ക് മലമുകളിലേക്ക് കയറാൻ പറ്റും. I think I can. I think I can. എനിക്ക് കഴിയും, എനിക്ക് കഴിയും. അത് സ്വയം പറയാണ്, എനിക്ക് പറ്റും, ഞാൻ ശ്രമിക്കാൻ പോവുകയാണ്. Then the little blue engine began to pull. Began എന്ന് പറഞ്ഞാൽ തുടങ്ങി. അതിനുശേഷം ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ വലിക്കാൻ തുടങ്ങി. She tugged and she pulled. Tugged എന്ന് പറഞ്ഞാൽ ശക്തിയായിട്ട് വലിച്ചു മുറുക്കി എന്നാണ്. അപ്പോൾ ചെറിയ ട്രെയിനിന് അവൾ ആഞ്ഞു വലിച്ചു. She pulled and she tugged. അവൾ വലിച്ച് കേറ്റാനുള്ള ശ്രമം നടത്തി. I think I can. I think I can. എനിക്കിത് കഴിയും, എനിക്കിത് കഴിയും. She said. അവൾ പറഞ്ഞു. Slowly, slowly the train started to move. മെല്ലെ മെല്ലെ ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങി. The dolls and toys began to smile and clap. ടോയ്സും ഡോൾസും ഒക്കെ വീണ്ടും ചിരിക്കാൻ തുടങ്ങി, കൈകൊട്ടാനും തുടങ്ങി. ക്ലാപ്പ് എന്ന് പറഞ്ഞാൽ കൈകൊട്ടാം. Up the mountain went the little blue engine. Little blue engine അങ്ങനെ മല കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. Up the mountain, മലമുകളിലേക്ക്. And all the time she kept saying, പോകുന്ന വഴിയൊക്കെ അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു, I think I can, I think I can, I think I can. എനിക്കിത് കഴിയും, എന്നെ കൊണ്ട് ഇത് പറ്റും, എനിക്കിത് ചെയ്യാൻ പറ്റും. Up, 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 the little engine climbed and climbed. മെല്ലെ മെല്ലെ മുകളിലേക്ക് 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 ചെറിയ എഞ്ചിൻ, നമ്മുടെ ചെറിയ ട്രെയിൻ കയറി 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 പോവാൻ തുടങ്ങി. At last, അവസാനം. Climb up, മുകളിലേക്ക് കയറുക. Pulled, വലിച്ചു. Tugged, ശക്തിയായി വലിച്ചു. പുൾഡും ടഗ്ഡും ഏകദേശം ഒരേ മീനിങ് ആണ്. പക്ഷെ ഒന്ന് വലിച്ചു, ടഗ്ഡ് എന്ന് പറഞ്ഞ ആഞ്ഞു വലിച്ചു, അതാണ്. പുൾഡ് ആൻഡ് ടഗ്ഡ്, ടഗ്ഡ് ആൻഡ് പുൾഡ്. വലിച്ചു, ആഞ്ഞു വലിച്ചു, ആഞ്ഞു വലിച്ചു, വീണ്ടും വലിച്ചു. സ്ലോലി, പതുക്കെ. ക്ലാപ്പ്, കൈയടിക്കുക. Why did the dolls and toys start smiling and clapping? എന്തുകൊണ്ടാണ് ട്രെയിൻ കാർസിൽ ഇരുന്ന ഡോൾസും ടോയ്സും ഒക്കെ ചിരിക്കാനും കൈകൊട്ടാനും തുടങ്ങിയത്? The dolls and toys started smiling and clapping because the little blue engine started pulling the train. അവരുടെ ട്രെയിനിനെ ആ ബ്ലൂ ലിറ്റിൽ ട്രെയിന് വലിക്കാൻ തുടങ്ങിയല്ലേ? And it began to move. അത് മൂവ് ചെയ്യാനും തുടങ്ങി. Why does the little blue engine say, I think I can? പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ സമയവും ആ ബ്ലൂ ലിറ്റിൽ ട്രെയിൻ പറയാണ്, ഐ തിങ്ക് ഐ ക്യാൻ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? She says, I think I can, to encourage herself and build confidence. ഒരു കോൺഫിഡൻസ് ഉണ്ടാവാനും എനിക്കിത് പറ്റും എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസം ഉണ്ടാവാനും വേണ്ടിയാണ് അവൾ അത് സ്വയം പറഞ്ഞുകൊണ്ടിരുന്നത്. Even though she is small and has never climbed the mountain before. ബ്ലൂ ലിറ്റിൽ എഞ്ചിൻ ആണെങ്കിൽ
വളരെ ചെറിയ എഞ്ചിൻ ആണല്ലേ. അവൾ അതിന്റെ മുമ്പ് ഒരിക്കൽ പോലും മൗണ്ടെയിനിൽ കയറിയിട്ടില്ല. എന്നാലും എനിക്കിത് പറ്റുന്നുള്ള ആത്മവിശ്വാസത്തോടെ അവൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. At last she reached the top of the mountain. അവസാനം അവൾ മലമുകളിൽ എത്തിച്ചേർന്നു. Down below lay the city. Hooray, hooray, cried the dolls and animals. Down below lay the city എന്ന് പറഞ്ഞാൽ താഴെ അവർക്ക് നഗരം കാണാമായിരുന്നു. അവർ ഏത് സിറ്റിയിലേക്കാണോ പോകുന്നത് ആ സിറ്റി അവർക്ക് ഇപ്പൊ മലമുകളിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഹുറേ ഹുറേ, അവരൊക്കെ സന്തോഷം കൊണ്ട് ആർത്ത് വിളിച്ചു. The boys and girls will be so happy, all because you helped us, little blue engine, said the toy clown. ബോയ്സും ഗേൾസും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവർ വളരെയധികം സന്തോഷിക്കും. നീ ഞങ്ങളെ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത്, ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ സെഡ് ദ ടോയ് ക്ലൗൺ എന്ന് ടോയ് ക്ലൗൺ ആ ലിറ്റിൽ ബ്ലൂ എഞ്ചിനോട് പറഞ്ഞു. ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ജസ്റ്റ് സ്മൈൽഡ്. ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ഒന്ന് പുഞ്ചിരിച്ചു. ബട്ട് ആസ് ഷീ puffed down the mountain, the little blue engine seemed to say, I thought I could, I thought I could, I thought I could. മലയിറങ്ങി പുക വിട്ട് പോകുമ്പോ ആ ചെറിയ നീല എഞ്ചിൻ പറയുന്നത് പോലെ തോന്നി. അല്ലെങ്കിൽ അവൾ സ്വയം ചിന്തിച്ചോ, എനിക്ക് കഴിയുമെന്ന് ഞാൻ കരുതി, എനിക്ക് കഴിയുമെന്ന് ഞാൻ കരുതി, എനിക്ക് കഴിയുമെന്ന് ഞാൻ കരുതി. അവൾ മുമ്പ് ഒരിക്കലും ചെയ്തിട്ടില്ലെങ്കിലും അത് ചെയ്തു നോക്കാമെന്നും എനിക്ക് ചെയ്യാൻ പറ്റുമെന്നും ഉള്ള ഒരു വിശ്വാസത്തിൽ അവൾ ശ്രമിച്ചതാണ്. അത് ശ്രമിച്ച് അവൾ അത് ചെയ്തു. റീച്ച്ഡ് എത്തിച്ചേർന്നു. ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ മലമുകൾ. ഡൗൺ ബിലോ താഴെ. സിറ്റി നഗരം. പഫ്ഡ് ഡൗൺ പുക തുപ്പി താഴേക്ക് പോയി. സീംഡ് ടു സേ പറയുന്നതായിട്ട് തോന്നി. തോട്ട് വിചാരിച്ചു, കരുതി. Which character in this story do you like the most and why? നിങ്ങൾക്ക് ഈ കഥയിൽ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ഏതാണ്? അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അല്ലേ. ചിലർക്ക് ടോയ്സ് ആൻഡ് ഡോൾസോ അല്ലെങ്കിൽ ക്ലൗണോ ഒക്കെ ആയിരിക്കാം. ഐ ലൈക്ക് ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ദ മോസ്റ്റ്. ഷീ വാസ് കൈൻഡ്, ഹെൽപ്ഫുൾ ആൻഡ് നെവർ ഗേവ് അപ്പ് ഈവൻ വെൻ ദ ടാസ്ക് വാസ് ഹാർഡ്. ഇനി നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടമുള്ള ക്യാരക്ടറിനെ പറ്റി ആലോചിച്ച് നോക്കൂ. സജസ്റ്റ് അനദർ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി. ഈ ഒരു സ്റ്റോറിക്ക് വേറെ ഏതെങ്കിലും മാച്ചിങ് ടൈറ്റിൽ ഉണ്ടോ? കുറെ ഉണ്ടാവാം അല്ലെ. മേ ബി ദ ബ്രേവ് ലിറ്റിൽ എഞ്ചിൻ, ദ പവർ ഓഫ് ട്രൈയിങ്, ദ ജോയ് ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ്, സ്മോൾ എഞ്ചിൻ ബിഗ് കറേജ്, അങ്ങനെ അങ്ങനെ. നിങ്ങൾ ആലോചിച്ച് ഒരു പുതിയ ടൈറ്റിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ദ ലിറ്റിൽ എഞ്ചിൻ ദാറ്റ് കുഡ് എന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ഇത് സ്വന്തമായിട്ട് തന്നെ വായിച്ചു നോക്കണം. ഏതെങ്കിലും വാക്കുകളുടെ അർത്ഥം അറിയില്ലെങ്കിൽ അത് ചാപ്റ്ററിന്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ എന്നെ കമന്റിലൂടെ അറിയിക്കുക. ഇതിന്റെ എക്സസൈസ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.